മൂന്നാർ വട്ടവടയിൽ കുട്ടകമ്പൂർ എന്ന് പറയുന്ന അതിമനോഹരമായ സ്ഥലത്തേക്ക് പോയ യാത്രാ വിശേഷങ്ങളും അവിടെ ഞങ്ങൾ നടത്തിയ ട്രക്കിങ്ങും മഡ് ഹൗസ് സ്റ്റേയും ഒക്കെ അതിമനോഹരമായിട്ട് ക്യാപ്ചർ ചെയ്ത ഒരു വ്ളോഗാണിത്. ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇതൊരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് ആയിരുന്നു. അതെ, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഞങ്ങൾ ഈ ഒരു സ്പോട്ടിൽ എത്തിയത്. ഇവിടെ ഒരു കിഡിലൻ മഡ് ഹൗസ് ഉണ്ട്. അതിനു മുമ്പ് ഇതിലേക്ക് പോകുന്ന വഴിയെ കുറിച്ച് തന്നെ പറയാം. മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഏരിയ ആണിത്. അതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും അതിമനോഹരമായിട്ടുള്ള പച്ചപ്പിന്റെ കാഴ്ചകളാണ്. ഞങ്ങൾ ഇവിടെ എത്തിയത് ഇന്നലെ ഉച്ചയ്ക്കാണ്. അതിനുശേഷം ഞങ്ങൾ ചെറിയൊരു ട്രക്കിങ്ങിന് പോയി വന്നതിന് ശേഷം ഒരു ഹിപ്നോട്ടിസം പരിപാടിയൊക്കെ ഉണ്ടായി. അടിപൊളിയായിരുന്നു. അതിനുശേഷം നമ്മൾ കിടന്നുറങ്ങി. രാവിലെ ഒരു 6-6:30 ആയപ്പോൾ ഞാൻ എണീറ്റു. അതാണ് ഈ ഒരു സമയം. കിടിലൻ തണുപ്പായിരുന്നു. എന്റെ കയ്യിലുള്ള സ്വെറ്റർ വെച്ച് ഈ തണുപ്പിന് അത്രമേൽ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല. എന്നാലും കുഴപ്പമില്ല. ഹിപ്നോട്ടിസം മാത്രമല്ല, ക്യാമ്പ് ഫയറും ഗെയിംസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ക്യാമ്പ് ഫയറിലത്തെ ചെറിയൊരു ക്ലിപ്പിംഗ്സ് ഞാൻ ഇപ്പൊ ഇട്ട് തരാം. അതെ, ഇവിടെയായിരുന്നു ഇന്നലത്തെ നമ്മുടെ ക്യാമ്പ് ഫയർ നടന്നിട്ടുണ്ടായത്. ഗിറ്റാർ വായിച്ചതും പാട്ട് പാടിയതും സൂര്യചേട്ടനാണ്. മാത്രമല്ല ജോ ചേട്ടനും നല്ല അടിപൊളിയായിട്ട് ഗിറ്റാർ വായിക്കലും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു ഇന്നലത്തെ ആ ഒരു ക്യാമ്പ് ഫയർ എക്സ്പീരിയൻസ്. ഇതാണ് ആ ഒരു മഡ് ഹൗസ്. ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഈ ഒരു മഡ് ഹൗസിലാണ്. ഈ ഒരു മഡ് ഹൗസിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ എവിടേക്ക് നോക്കിയാലും കിടിലം വ്യൂ ആണ്. ഇവരൊക്കെ നമ്മുടെ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിൽ വന്നിട്ടുള്ള സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുമായിരുന്നെങ്കിലും ഇപ്പൊ സ്ട്രേഞ്ചർമാരൊന്നും അല്ല. ഇനി മഡ് ഹൗസിന്റെ അകത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മൾ പുറത്തുനിന്ന് അകത്തേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സെന്ററിൽ തന്നെ ഇതുപോലൊരു ഓപ്പൺ സ്പേസ് ആണ്. മോളിൽ നിന്നുള്ള സൺലൈറ്റ് ഇവിടേക്ക് കിട്ടും. ഇവിടെയായിരുന്നു ഇന്നലത്തെ ഹിപ്നോട്ടിസം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. ഒരു അടിപൊളി ഏരിയ ആണ്. ഒരു ഗ്ലാസ് ചായ എടുത്ത് നേരെ പുറത്തു പോയി നല്ല തണുപ്പത്ത് ഈ ചായ ഊതി കുടിക്കാൻ അടിപൊളിയായിരുന്നു. ഞാൻ ഈ ചായ വളരെ റയർ ആയിട്ട് മാത്രം കുടിക്കുള്ളൂ. ഇത്രയും തണുപ്പായതുകൊണ്ടാണ് ഞാൻ എടുത്ത് കുടിച്ചത്. സമയം ഒരു 6:30-7 മണിയായിരുന്നു. അതായത് ഇവിടെ ഹെവി തണുപ്പാണ്. വോയിസ് ഓവർ ചെയ്യാതെ നാച്ചുറൽ ആ ഒരു ASMR സൗണ്ടിൽ ക്യാമ്പിംഗ് വീഡിയോ പോലെ ചെയ്യണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അതുകൊണ്ടാണ് വീഡിയോയിൽ ഞാൻ എവിടെയും ഒന്നും സംസാരിക്കാതെ ക്ലിപ്പിംഗ്സ് മാത്രം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. മഡ് ഹൗസിന്റെ ബാക്ക് എൻട്രൻസ് വഴി പുറത്തു നോക്കി കഴിഞ്ഞാൽ കിഡിലം വ്യൂ ആണ്. അതായത് മലകളുടെ കിഡിലം വ്യൂ. ഇവിടെ നിന്ന് എവിടെ നോക്കിയാലും ഈ ഒരു കിഡിലം കാഴ്ച തന്നെയാട്ടാ. ഇനി ഞാൻ മുകളിലത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഈ ഒരു കോണിപ്പടി തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കംപ്ലീറ്റ് മരം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ പതുക്കെ കയറാൻ പറ്റുള്ളൂ. മുകളിൽ കയറി കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ്. ആൻഡ് ഇവിടെ ഒരു റൂമാണ്. ഇവിടെയാണ് ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്തത് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല അടിപൊളി കാഴ്ചകൾ തന്നെയാണ്. ഇതൊരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള റൂമാണ് കേട്ടോ. ഈ ഒരു കൈ ചൂടാക്കുന്ന വീഡിയോ എടുക്കാൻ 2 കാരണങ്ങളാണ്. ഒന്ന് ആ ഒരു ASMR കിട്ടാനും, 2 കൈ ചൂടാക്കാനും. പക്ഷെ 2 നടന്നില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുകളിൽ ഓപ്പൺ സ്പേസ് ആണെന്ന് പറഞ്ഞത്. ഇവിടെ ഇങ്ങനെ റൂം മാത്രമല്ല ടെന്റുകളും ഉണ്ട്. ഏകദേശം 32 പേരാണ് ഞങ്ങൾ അവിടെ പോയത്. അപ്പൊ ഈ 32 പേർക്കും ഈ ഒരു മഡ് ഹൗസിൽ സ്റ്റേ ചെയ്യാൻ പറ്റി. മാത്രമല്ല ഇത്രയും അടിപൊളി വ്യൂ ആണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ട്രക്കിങ്ങിനാണ് പോയത്. ഏകദേശം ഒരു 10 കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. 10 കിലോമീറ്റർ എന്ന് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. പക്ഷെ നടന്നു വന്നപ്പോൾ 10 കിലോമീറ്റർ അധികമായിട്ട് തോന്നിയില്ല. കാരണം അത്രയും കിടിലം വ്യൂകളാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായത്. ആ ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിൽ വന്ന 32 പേരും ഈ ഒരു പോർഷനിൽ ഞാൻ ആഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സാവന എന്ന സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് നടത്തുന്ന ആൾക്കാരുടെ 2ാമത്തെ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പാണ് ഇത്. അതിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഈ ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിന്റെ കോർഡിനേറ്റർ ജോഫോസേഡനും അനുചേച്ചിയുമാണ്. ഈ ഒരു ക്യാമ്പിന്റെ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാൻ എനിക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റി. മാത്രമല്ല ഹിപ്നോട്ടിസം സെക്ഷൻ ഉണ്ടായി. അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അത് വളരെ അടിപൊളിയായിട്ട് തന്നെ തോന്നി.
മാത്രമല്ല ഈ ഒരു മലയുടെ മുകളിൽ, അതായത് നമ്മൾ ട്രക്കിങ് കഴിഞ്ഞ് അവിടെ എത്തിയ സമയത്ത് അവിടെ മെഡിറ്റേഷൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് അജ്മൽ ബ്രോ ആണ് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായി. നിങ്ങൾക്ക് സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിന് പോകാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഞാൻ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് താഴെ കൊടുക്കാം. അപ്പൊ അതിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പുതിയ ക്യാമ്പിംഗ് പരിപാടികളൊക്കെ അപ്ഡേറ്റ് അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ക്യാമ്പിലത്തെ ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അതായിരുന്നു കേട്ടോ ആദ്യത്തെ ആക്ടിവിറ്റി. അത് പറയാൻ മറന്നുപോയി. ഈ ട്രക്കിങ്ങിലത്തെ ആദ്യത്തെ വ്യൂ പോയിന്റ് ആണ് ഇത്. അടിപൊളിയാണ്. ഞാൻ വിചാരിച്ച ഇതായിരിക്കും ഈ ട്രക്കിങ്ങിന്റെ എൻഡ് എന്ന്, പക്ഷെ ഇതല്ല, ഇനിയും ഉണ്ട് നടക്കാനായി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കാഴ്ചകൾ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മളുടെ മൈൻഡും ഭയങ്കരമായിട്ട് ഫ്രഷ് ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നീണ്ട ട്രക്കിങ്ങിന് ശേഷം നമ്മുടെ ആ ഒരു കിടിലൻ വ്യൂ പോയിന്റിലെത്തി. ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ പോയിന്റ്. എവിടെ നോക്കിയാൽ ഇത്ര മനോഹരമായിട്ടുള്ള മലകളുടെ കാഴ്ച മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇത്ര അധികം സമയമെടുത്ത് ഇത്രയും ദൂരം നടന്നത് ഭയങ്കരമായിട്ട് വെറുത്തായിട്ട് തോന്നിയ ഒരു ഫീലാണ്. ഇവിടെ നിന്ന് അടിക്ക് നോക്കുമ്പോൾ ഭയങ്കര രസമാണ്. അത് എങ്ങനെ പറഞ്ഞെത്തിക്കണം എന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. ഈ ഒരു ക്യാമ്പിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊപ്പം വളരെ നല്ലൊരു സൗഹൃദം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണ് ആ കുപ്പായക്കാരി. പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി. ട്രക്കിങ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പാട്ടുപാടി എൻജോയ് ചെയ്യുന്ന ചെറിയൊരു സീനാണ് കേട്ടോ ഇത്. ട്രക്കിങ്ങിന് ശേഷം നമ്മൾ നേരെ അവർന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുകയാണ് ചെയ്തത്. നമ്മൾ വന്നത് KSRTC ബസ്സിലാണ്. അപ്പൊ തിരിച്ചു പോകുന്നത് KSRTC ബസ്സിലാണ്. ജീപ്പിലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ തിരിച്ച് നമ്മൾ ആ ഒരു KSRTC നിൽക്കുന്ന അവിടെ വരെ ജീപ്പിൽ പോകും.